ഹായ്, എല്ലാ കൂട്ടുകാർക്കും എക്സൽ ഓൺലൈൻ സൺഡേ സ്കൂളിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സൺഡേ സ്കൂൾ പഠിക്കാൻ പോവാണ്. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല നല്ല ക്ലാസ്സുകൾ കൂട്ടുകാരൊക്കെ കൂടെ പഠിച്ചു. ഇപ്പോൾ ഇന്ന് നമ്മൾ സൺഡേ സ്കൂളിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് നമ്മൾ പഠിക്കാൻ പോവാണ്. അപ്പോൾ പഠിക്കുന്നതിന് നമ്മൾ പ്രാർത്ഥിക്കും. അപ്പം നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അപ്പോൾ എല്ലാവരും കണ്ണടച്ച് കൈകൂപ്പി യേശുപ്പച്ചനോട് നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാം. ഓക്കെ, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, കുഞ്ഞുങ്ങളുമായി ഞങ്ങൾ ഒരുമിച്ച് കർത്താവേ ദൈവവചനം പഠിക്കുവാൻ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ഞങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ, പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി തീർക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. അവരുടെ മാതാപിതാക്കളെ, സഹോദരങ്ങളെ എല്ലാവരെയും ദൈവമേ അവിടുന്ന് അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഈ സൺഡേ സ്കൂള് കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാക്കി ദൈവം തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു, യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരും ഒന്ന് ഉറക്കെ ആമേൻ പറഞ്ഞേ. ആമേൻ. അപ്പം നമ്മൾ ഇന്ന് ഒരു പുതിയ പാഠമാണ് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ഒരു 3-4 ആഴ്ചയ്ക്ക് മുമ്പ് നമ്മൾ യേശു കർത്താവ് ഭൂതങ്ങളെയൊക്കെ പുറത്താക്കുന്നതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചായിരുന്നു. കൂട്ടുകാർ ഓർക്കുന്നുണ്ടോ? രോഗികളെ സൗഖ്യമാക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയൊക്കെ ചെയ്ത യേശു കർത്താവിനെ കുറിച്ച് നമ്മൾ പഠിച്ചില്ലായിരുന്നോ? അപ്പം ഒരുപാട് ആൾക്കാർ ഭൂതം ബാധിച്ച ആളുകളെയൊക്കെ യേശു കർത്താവിൻ്റെ അടുക്ക് കൊണ്ടുവന്നു. അവരെയൊക്കെ യേശു കർത്താവ് സൗഖ്യമാക്കി. ആ പാഠങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. കൂട്ടുകാരൊക്കെ നന്നായിട്ട് ഓർക്കുന്നുണ്ടോ എല്ലാവരും? കുറേ പേരൊക്കെ ഓർക്കുന്നുണ്ട്, ചിലരൊക്കെ മറന്നു പോയിട്ടുണ്ട്. അത് നന്നായിട്ട് ബൈബിൾ വായിക്കാത്തതുകൊണ്ടാണ് ഈ മറന്നു പോകുന്നത്. അപ്പോൾ ആൻറ്റി പറഞ്ഞായിരുന്നു നമ്മൾ പറയുന്ന വേദഭാഗങ്ങളൊക്കെ കറക്റ്റായിട്ട് വായിക്കണമെന്ന് പറഞ്ഞായിരുന്നു. കൂട്ടുകാർ എത്ര പേര് വായിച്ചവരൊക്കെ അത് ഓർത്തിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ അതുപോലുള്ളൊരു സംഭവത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠത്തിൻ്റെ പേര് യേശു കർത്താവ് ഭൂതഗ്രസ്തനായ ഒരു മനുഷ്യനെ സൗഖ്യമാക്കുന്നു. ആ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പം ഈ ടോപ്പിക്കിനകത്ത് നമുക്ക് ബൈബിളിൽ നിന്ന് സുവിശേഷങ്ങളിലെ 2-3 ഭാഗങ്ങൾ നമുക്കിതിനു വേണ്ടി വായിക്കേണ്ടതുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 28 മുതൽ 36 വരെയുള്ള ഭാഗങ്ങൾ വായിക്കണം. ഇനി രണ്ടാമത് വായിക്കേണ്ടത് മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള ഭാഗങ്ങളും വായിക്കണം. അതിനുശേഷം ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 26 മുതൽ 39 വരെയുള്ള ഭാഗങ്ങൾ. ഇത്രയും വേദഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്ന സ്റ്റോറിയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ വായിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്, കൊച്ചു കുട്ടികളാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും? നേരത്തെ ആൻറ്റി പറഞ്ഞു തരാറുണ്ട്, പേരൻസിനോടോ ചേച്ചി ചേട്ടനൊക്കെ ഉള്ളവരാണെങ്കിൽ അവരോടൊക്കെ ചോദിച്ചിട്ട് അവരുടെയൊക്കെ സഹായത്തോടു കൂടി നമ്മൾ ഈ ബൈബിൾ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കും. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോവാണ് യേശു കർത്താവ് ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കുന്നതായിട്ട് ഒരു പാഠമാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അപ്പം ആദ്യം നമ്മൾ ഈ ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കുന്ന ആ ഒരു ഭാഗത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ യേശു കർത്താവും ശിഷ്യന്മാരും കൂടെ പടകിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ വലിയ കാറ്റും കോളും ഒക്കെ ഉണ്ടായി. ആ സമയത്ത് യേശു കർത്താവ് കാറ്റിനെയും കടലിനെയും ഒക്കെ ശാന്തമാക്കി ശിഷ്യന്മാരുടെ പേടിയൊക്കെ മാറ്റി. അവർ വളരെ പേടിച്ചു പോയായിരുന്നു. അപ്പം അതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ആ തടാകത്തിൻ്റെ അക്കരെ ഇവർ വന്നു. ഗനസരത്ത് തടാകത്തിൻ്റെ അക്കരെ എത്തിയപ്പോൾ ആ എത്തിയ സ്ഥലത്തിനൊരു പേരുണ്ട്. അവിടെ ഗദരദേശം എന്ന് പറഞ്ഞൊരു ദേശമാണ്. അപ്പം ഈ സ്ഥലത്തോക്ക് യേശു കർത്താവ് വന്നപ്പോഴത്തേക്ക് യേശു കർത്താവിൻ്റെ കൂടെ എപ്പോഴും ഉള്ള കുറച്ച് ആൾക്കാരുണ്ടല്ലോ, നമ്മൾ എന്നും പഠിക്കുന്നതല്ലേ, ശിഷ്യന്മാരാണ്. കൂട്ടുകാർക്ക് അറിയാം ശിഷ്യന്മാരാണെന്നല്ലേ. യേശു കർത്താവിൻ്റെ കൂടെ യേശു കർത്താവിൻ്റെ ശിഷ്യന്മാരുണ്ട്. അതോടൊപ്പം തന്നെ യേശു കർത്താവ് പോകുമ്പം വളരെ ആളുകൾ യേശു കർത്താവിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. അതും നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ പഠിച്ചതാണ്. യേശു കർത്താവ് പോകുന്നിടത്തൊക്കെ യേശു കർത്താവ് ചെയ്യുന്ന അത്ഭുതങ്ങൾ കാണാനും ഒക്കെ ആയിട്ട്, രോഗികളെയൊക്കെ സൗഖ്യമാക്കുന്നതും മറ്റത്ഭുതങ്ങളൊക്കെ യേശു കർത്താവ് ചെയ്യുന്നതൊക്കെ കാണാനും ഒക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ, യേശുവിൻ്റെ വായിൽ നിന്ന് വീഴുന്ന നല്ല വാക്കുകളൊക്കെ കേൾക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ യേശുവിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. വളരെ പുരുഷാരം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം യേശു കർത്താവും ശിഷ്യന്മാരും അനേകം പുരുഷന്മാരും എല്ലാം കൂടെ ഇങ്ങനെ പോകുമ്പോഴാണ് ഗദരദേശം എന്ന് പറയുന്ന ദേശത്തോട്ട് വന്നു. അപ്പം അവിടോട്ട് വന്നപ്പോഴത്തേക്ക് അവിടെ ആണെങ്കിൽ ഒരു ഭൂതം ബാധിച്ചൊരു മനുഷ്യനുണ്ടായിരുന്നു. ഭൂതം ബാധിച്ച മനുഷ്യനെന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ്റെ ദേഹത്ത് പണ്ട് നമ്മൾ പഠിച്ച പോലെ ഭൂതമെല്ലാം കൂടെ കയറി ആകെ ഈ മനുഷ്യനങ്ങ് വല്ലാതെ വയലൻ്റായി നടക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ഈ ഭൂതം ബാധിച്ച മനുഷ്യന് ഇങ്ങനെ ഈ ഭൂതം ബാധിച്ച മനുഷ്യൻ യേശു കർത്താവിനെ കണ്ടു.
അപ്പോൾ ഈ യേശു കർത്താവിനെ ഭൂതം ബാധിച്ച മനുഷ്യൻ കണ്ട്, ഭൂതം ബാധിച്ച മനുഷ്യൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ ഇവൻ താമസിക്കുന്നത് എവിടെയാണെന്നറിയാവോ? കല്ലറകളിലാണ് താമസിക്കുന്നത്. ഈ കല്ലറയെന്ന് പറഞ്ഞാൽ എന്തുവാ? കല്ലറയെന്ന് പറഞ്ഞാൽ കൂട്ടുകാർക്ക് എന്താണെന്ന് അറിയാമോ? കല്ലറയെന്ന് പറഞ്ഞാൽ മരിച്ചുപോയ ആൾക്കാരെയൊക്കെ കുഴിച്ചിടുന്ന സ്ഥലമാണ് കല്ലറ. അപ്പോൾ ഒരുപാട് പേരെ ഇങ്ങനെ നമ്മുടെ ചർച്ചുകളിലൊക്കെ സെമിത്തേരിയൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഒരുപാട് ഇങ്ങനെ മരിച്ച ആൾക്കാരെ ഇങ്ങനെ കുഴിച്ചിട്ട് അവിടെ കല്ലറയൊക്കെ കെട്ടി അങ്ങനെയൊക്കെ ഉള്ളൊരു സ്ഥലമാണ് അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് ഈ ഭൂതഗ്രസ്തൻ്റെ താമസം. ഭൂതഗ്രസ്തന് ബോധമില്ല, ഭൂതമെല്ലാം കൂടെ പുള്ളിക്കാരൻ്റെ ശരീരത്തെ ബാധിച്ചിരിക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല. നമ്മൾ നേരത്തെയും പഠിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ. അപ്പം ഭൂതഗ്രസ്തൻ എന്ത് ചെയ്യുമെന്നറിയാവോ? ഈ കല്ലറയിലാണ് താമസിക്കുന്നത്. അതുകൂടാതെ താൻ കല്ലൊക്കെ എടുത്ത് വെച്ചിട്ട് തൻ്റെ ശരീരത്തിലൊക്കെ അടിച്ച്, കല്ലുകൊണ്ടൊക്കെ അടിച്ചും ഒക്കെ അങ്ങ് വല്ലാതെ മുറിവേൽപ്പിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ സ്വഭാവങ്ങളുണ്ട്. കാര്യം ബോധമില്ലാത്ത ഒരു സുബോധം നഷ്ടപ്പെട്ടു പോയ ഒരവസ്ഥയാണ് ഈ ഭൂതഗ്രസ്തൻ്റെ അവസ്ഥ. അപ്പം താൻ എന്ത് ചെയ്യും? തന്നെത്താനെ മുറിവേൽപ്പിക്കുകയും അലറി കരയുകയും വെറുതെ ഇങ്ങനെ ബഹളം വെച്ചുകൊണ്ട് ഓടി നടക്കുകയൊക്കെ ചെയ്യുന്ന അങ്ങനത്തെ ഒരു സ്വഭാവമാണ് ഈ ഭൂതം ബാധിച്ച മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ആൾക്കാർ കൂടിയിട്ട് എന്ത് ചെയ്തു? ഈ ഭൂതഗ്രസ്തനെ ഒരു ചങ്ങലയിൽ ഇങ്ങനെ കാലൊക്കെ ബന്ധിച്ചിട്ടേക്കുക. ഇവനിങ്ങനെ വല്ലാതെ മറ്റുള്ളവരെ ഉപദ്രവിക്കാതൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലുമൊക്കെ ഇവനിങ്ങനെ ഒന്ന് ചങ്ങലയെ തളച്ചിടാൻ വേണ്ടിയിട്ട് ഇവനെ കാലയിലൊക്കെ ചങ്ങലയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവൻ ആ ചങ്ങലയൊക്കെ എന്ത് ചെയ്യുമെന്നറിയോ? വലിച്ചു പൊട്ടിക്കും. കയ്യിലും കാലയിലും ഒക്കെ ചങ്ങല ഉണ്ടെങ്കിൽ അതെല്ലാം എന്ത് ചെയ്യും? വലിച്ചു പൊട്ടിച്ച് ആകെ ബഹളം വെച്ചാണ് ഈ ഭൂതഗ്രസ്തൻ്റെ നടപ്പ്. ഇങ്ങനെ നടക്കുന്നൊരു വ്യക്തിയാണ് യേശുവിനെ കണ്ടത്. യേശുവിനെ കണ്ടപ്പോഴത്തേക്കിന് ഈ ഭൂതത്തിനറിയാം ഇത് യേശുവാണെന്ന്, യേശു ദൈവമാണെന്ന് ഭൂതത്തിനറിയാം. അതും നമ്മൾ പണ്ട് പഠിച്ചതാണ് അല്ലേ? കുറേ ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ യേശു ഭൂതം ബാധിച്ചവരെ സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ യേശുവിനെ കണ്ടുകൊണ്ട് ഭൂതങ്ങളൊക്കെ അലറി ഓടി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചായിരുന്നല്ലേ? അതുപോലെ ഈ ഭൂതഗ്രസ്തനെ യേശുവിനെ കണ്ടപ്പം പെട്ടെന്ന് എന്ത് ചെയ്തു? ഭൂതം ബാധിച്ച മനുഷ്യൻ. അപ്പോൾ ഈ ഭൂതങ്ങളെല്ലാം കൂടെ യേശു ആരാണെന്നുള്ള ബോധം ഇവർക്കുണ്ടായിരുന്നു. അപ്പോൾ ഇവരെന്താ പറയുന്നതെന്നറിയാമോ? ഈ ഭൂതം ബാധിച്ച മനുഷ്യൻ തൻ്റെ ശരീരത്തിൽ കൂടിയിരിക്കുന്ന ഭൂതങ്ങളാണ് തന്നെ നിയന്ത്രിക്കുന്നത്. തനിക്ക് സ്വന്തമായിട്ട് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു മനുഷ്യനെ, സാധാരണ മനുഷ്യനെ പോലെ എല്ലാ നല്ല സ്വഭാവമുള്ളൊരു മനുഷ്യനാണ് ഈ മനുഷ്യൻ. പക്ഷേ ഈ പുള്ളിക്കാരനെ ഭൂതം ബാധിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഈ ബോധമില്ലാത്ത അവസ്ഥയൊക്കെ കാണിച്ചു കൂട്ടുന്നത്. അപ്പോൾ ഈ യേശു കർത്താവിനെ കണ്ടപ്പോഴത്തേക്കിന് ഭൂതം ബാധിച്ച മനുഷ്യനെ യേശു ആണെന്ന് മനസ്സിലായി, ദൈവമാണെന്ന് മനസ്സിലായി, യേശുവിനൊരു ശക്തി ഉണ്ടല്ലേ. അപ്പോൾ യേശു ആണെന്ന് മനസ്സിലായപ്പോൾ ഈ ഭൂതം ബാധിച്ച മനുഷ്യൻ വിളിച്ചു പറയുക, യേശുവേ മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര. എങ്ങനെയാണ് വിളിക്കുന്നത്? യേശുവിനെ വിളിക്കുന്നത് യേശുവേ മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര എന്ന് വിളിക്കുകയാണ്. അപ്പം യേശു മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്രനാണെന്നുള്ളത് ഈ ഭൂതത്തിന് മനസ്സിലായി, അറിയാം. അപ്പം എൻ്റെ അടുത്തോട്ട് വരരുത്. യേശു കർത്താവ് ഈ ഭൂതം ബാധിച്ച മനുഷ്യൻ്റെ അടുക്കലോട്ട് ചെന്നാൽ ഈ ഭൂതമെല്ലാം വിട്ടുപോകും. അപ്പം ഈ മനുഷ്യനങ്ങ് സൗഖ്യം പ്രാപിക്കുക. അത് മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ അടുത്തോട്ട് വരരുതെന്ന് പറഞ്ഞു. പക്ഷേ എന്ത് ചെയ്തു? യേശു ആ മനുഷ്യനെ നോക്കിയിട്ട് പറഞ്ഞു, ഇവൻ്റെ മേലുള്ള ഭൂതം വിട്ടുപോട്ടെ എന്ന് പറഞ്ഞു. എന്ത് ചെയ്തു? ആ സമയം തന്നെ എന്ത് ചെയ്തു? ഇവൻ്റെ മേലുള്ള ഭൂതം എല്ലാം കൂടെ വിട്ടുപോകാൻ അങ്ങ് റെഡിയായി. അവർ പേടിച്ചു പോയി. ഈ ഭൂതം എല്ലാം കൂടെ കുറേ ഉണ്ട്. അപ്പം ഈ യേശു കർത്താവ് ചോദിച്ചു, നിൻ്റെ പേരെന്താന്ന് ചോദിച്ചു. നിൻ്റെ പേരെന്താന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ പേരെന്താ? ലഗ്യോൻ. എൻ്റെ പേര് ലഗ്യോൻ എന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ യേശു ഈ ഭൂതത്തിനെ എല്ലാം കൂടെ അങ്ങോട്ട് ശാസിച്ചു, ഇവൻ്റെ ശരീരത്തു നിന്ന് ഇതെല്ലാം വിട്ടുപോട്ടെ എന്ന് യേശു കർത്താവ് പറഞ്ഞപ്പോഴത്തേക്കിന് ഈ ഭൂതങ്ങളെല്ലാം ഈ ഭൂതഗ്രസ്തനെ വിട്ട്, ഈ മനുഷ്യനെ വിട്ട് ഈ ഭൂതങ്ങളെല്ലാം അങ്ങോട്ട് പോകാനായിട്ട് അവർക്ക് പേടിയായി. അപ്പോൾ പോകുക. അപ്പോൾ അതിനു മുമ്പ് ഇവർ യേശു കർത്താവിനോടൊരു കാര്യം ചോദിച്ചു, ഞങ്ങളെ അങ്ങനെ വെറുതെ വിട്ട് കളയരുത്, ഞങ്ങളെ എന്ത് ചെയ്യണം? ഞങ്ങൾക്ക് പിന്നെ മറ്റൊരു ഇടം ഞങ്ങൾക്ക് താമസിക്കാൻ അല്ലെങ്കിൽ ഞങ്ങൾക്ക് വസിക്കാനായിട്ട് മറ്റൊരു ഇടം തരണമെന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടി ഇവർ യേശുവിനോട് സംസാരിച്ചപ്പം അവിടെ കുറേ പന്നികളുണ്ടായിരുന്നു. പന്നികളറിയാമല്ലോ കൂട്ടുകാർക്ക്, വൃത്തിയില്ലാത്ത കുറേ ജാതികളല്ലേ, ഒരു വല്ലാത്ത എപ്പോഴും അഴുക്കിനകത്തൊക്കെ കിടക്കുന്ന അങ്ങനത്തെ ഒരു ജീവിയാണ്, അങ്ങനത്തെ ഒരു ആനിമലാണ് ഈ പന്നി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പന്നികളൊക്കെ അവിടെ കുറേ പന്നികളിങ്ങനെ മേഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അവരവരുടെ ആഹാരം കഴിക്കുകയും അവർക്ക് വേണ്ട അവർ വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യുന്ന കുറേ അഴുക്ക് ചാലിലൊക്കെ. അപ്പം ഈ സ്ഥലത്ത് അങ്ങനെ കുറച്ച് പന്നികളുണ്ടായിരുന്നു. അപ്പോൾ ഈ ഭൂതത്തിൻ്റെ ഈ ആത്മാക്കളെല്ലാം കൂടെ കുറേ ഉണ്ട്. അപ്പം യേശു കർത്താവിനോട് പറഞ്ഞു, ഞങ്ങളെ വെറുതെ വിടരുത്, ഞങ്ങൾക്ക് താമസിക്കാനായിട്ട് അങ്ങനെ ഒരിടം വേണമെന്ന് വെച്ചാൽ ഈ മനുഷ്യനെ വിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവരിവിടെ ഇങ്ങനെ ആയിപ്പോൾ. അപ്പോൾ യേശു കർത്താവ് എന്ത് ചെയ്തു? അവിടെ മേഞ്ഞുകൊണ്ടിരുന്ന പന്നികളുടെ
അടുത്തോട്ട് അല്ലെ ആ പന്നികളുടെ ദേഹത്തോട്ട് പൊയ്ക്കോട്ടെ എന്ന് വെച്ച് ഇതിനെ ശാസിച്ചു. ഈ ഭൂതം എല്ലാം കൂടെ ഈ പന്നികളുടെ മേലങ്ങ് ചെന്നു. പന്നികളുടെ മേൽ ചെന്നിട്ട് എന്ത് ചെയ്തു? ഈ പന്നികളെല്ലാം കൂടെ ഭൂതം ബാധിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഈ ഭൂതം ബാധിച്ച മനുഷ്യൻ ഭയങ്കരമായിട്ട് ബോധരഹിതനായിട്ടാണ് ഓരോന്ന് കാണിച്ചുകൊണ്ട് തന്നെ. അതുപോലെ തന്നെ ഈ പന്നികളും ചെയ്യാൻ തുടങ്ങി. പന്നികളെല്ലാം കൂടെ എന്ത് ചെയ്തു? ഓടി മറിഞ്ഞ് ബഹളം വെച്ച് ചെന്ന് വെള്ളത്തിലോട്ട് ചാടി വീർപ്പ് മുട്ടി അങ്ങ് ചത്തുപോയി. അപ്പം ഈ മനുഷ്യൻ എന്തായി? ഫ്രീ ആയി. അപ്പം ഭൂതം ബാധിച്ച ഈ മനുഷ്യൻ്റെ മേത്തുനിന്ന് ഈ ഭൂതങ്ങളെല്ലാം കൂടെ യേശു കർത്താവ് ശാസിച്ചപ്പോഴത്തേക്ക് മറ്റേ പന്നികളുടെ അടുക്കലോട്ട് പോയി പന്നികളെല്ലാം കൂടെ പിന്നെ ഭൂതം ബാധിച്ച പന്നികളായി. അല്ലേ? മനസ്സിലായില്ലേ? ഭൂതം ബാധിച്ച പന്നികളായി. അവരെല്ലാം കൂടെ ഓടിപ്പോയിട്ട് എന്ത് ചെയ്തു? വെള്ളത്തിലോട്ട് പോയി അങ്ങ് വീർപ്പ് മുട്ടി അങ്ങ് ചത്തുപോയി. വെള്ളത്തിലോട്ട് അങ്ങ് ചാടിപ്പോയി. അവർക്കറിയത്തില്ല വെള്ളമാണെന്നോ കയറി വരണമെന്നൊന്നും അറിയാതെ ഈ ബോധമില്ലാത്തൊരവസ്ഥയില്ല. അപ്പോൾ പന്നികളെല്ലാം കൂടെ ചാടിച്ചെന്ന് വെള്ളത്തിലോട്ട് പോയിട്ട് അങ്ങനെ അവർ വീർപ്പ് മുട്ടി അവിടെ കിടന്നങ്ങ് ചത്തുപോയി. അപ്പോൾ ഈ ഭൂതം ബാധിച്ച മനുഷ്യനങ്ങ് ഫ്രീ ആയി. തൻ്റെ പഴയ സ്വഭാവം, സുബോധമില്ലാത്ത ആ സ്വഭാവമൊക്കെ അങ്ങോട്ട് മാറ്റി നല്ല സാധാരണ നോർമലായിട്ടുള്ളൊരു മനുഷ്യനായിട്ട് മാറി. പിന്നെ ആ മനുഷ്യൻ്റെ ദൈവം ആരാണെന്നും മനുഷ്യരാണ് ആരാണെന്നും തൻ്റെ മാതാപിതാക്കൾ ആരാണെന്നും സഹോദരങ്ങൾ ആരാണെന്നും ചുറ്റുപാടുമുള്ളവരൊക്കെ ആരാണെന്നും ഒക്കെയുള്ള ബോധം തനിക്ക് വന്നു. അപ്പോൾ തൻ്റെ ജീവിതത്തിൽ നല്ലൊരു സന്തോഷവും നല്ലൊരു വിടുതലും ഒക്കെ അങ്ങോട്ട് പ്രാപിച്ചപ്പോഴത്തേക്കിന് ഈ മനുഷ്യന് നല്ല സന്തോഷം തോന്നി. എന്നിട്ട് എന്ത് ചെയ്തു? യേശു എന്നെ സൗഖ്യമാക്കി എന്നുള്ളത് ആ ദേശത്തൊക്കെ എല്ലാ ആൾക്കാരോടും പറഞ്ഞു. അങ്ങനെ നല്ലൊരു വിടുതൽ ഈ മനുഷ്യന് ഉണ്ടായി. അപ്പം നമ്മൾ ഇന്ന് പഠിച്ച പാഠത്തിനകത്ത് നമുക്ക് പഠിക്കാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് നമുക്കൊരു 2-3 ക്വസ്റ്റ്യൻ ആൻറ്റി ചോദിക്കും. അപ്പം നിങ്ങളതൊന്ന് മനസ്സിലാക്കിയെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ വേദഭാഗങ്ങളൊക്കെ വായിച്ച് ഈ ആൻസറൊക്കെ ആ വേദഭാഗത്തുണ്ട്. പക്ഷെ ഞാനതൊന്നുകൂടെ പറഞ്ഞു തരാം നിങ്ങൾക്ക്. യേശു ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കിയ സ്ഥലം ഏതാണ്? യേശു ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കിയ സ്ഥലം ഏതാണ്? ഉത്തരം ഗന്നസരേത്ത്. ഗന്നസരേത്ത് എന്ന് പറഞ്ഞാൽ യേശു ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കിയ സ്ഥലം ഏതാണ്? ഗദരദേശമാണ്. ഗദരദേശം നമ്മൾ വായിച്ചു വരുമ്പോൾ ഗദരദേശത്തേക്ക് യേശു കർത്താവ് ചെല്ലുമ്പോൾ അവിടെ വെച്ചാണ് ഇങ്ങനെ ഭൂതം ബാധിച്ച മനുഷ്യനെ കാണുന്നതൊക്കെ. അപ്പം ഭൂതഗ്രസ്തൻ എവിടെയാണ് താമസിച്ചത്? എവിടെയാണ് ഭൂതഗ്രസ്തൻ താമസിച്ചത്? നമ്മൾ പറഞ്ഞില്ലേ, ഭൂതഗ്രസ്തനെ ചങ്ങലയിലൊക്കെ കാലയിലൊക്കെ ചങ്ങലയൊക്കെ ഇട്ട് കെട്ടി അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ താൻ എപ്പോഴും താമസിച്ചുകൊണ്ടിരുന്നത് കല്ലറകളിലായിരുന്നു അല്ലേ? ശവങ്ങൾ അടക്കം ചെയ്യുന്ന കല്ലറകളിലായിരുന്നു ഈ ഭൂതഗ്രസ്തൻ്റെ താമസം. യേശു കർത്താവ് ഭൂതഗ്രസ്തനോട് ചോദിച്ചു, നിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു. നിൻ്റെ പേരെന്തെന്ന് ചോദിച്ചപ്പോൾ അവൻ യേശുവിനോട് എന്താ മറുപടി പറഞ്ഞേ? എൻ്റെ പേര് ലഗ്യോൻ എന്നാണെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സൺഡേ സ്കൂൾ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത ആഴ്ച നമുക്കൊരു പുതിയ പാഠവുമായിട്ട് കാണാം. ഓക്കെ, പ്രാർത്ഥിച്ച് നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കാം. എല്ലാവരും കണ്ണടച്ചേ. ഓക്കെ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ കർത്താവെ, ഞങ്ങൾക്ക് പഠിക്കുവാൻ ദൈവം തന്ന അവസരത്തിനായി നന്ദി പറയുന്നു. വീണ്ടും കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് സൺഡേ സ്കൂൾ പഠിക്കുവാനൊക്കെ ആഗ്രഹിക്കുന്നു. അടുത്ത ആഴ്ചകളിലും ദൈവം ഞങ്ങളെ അതിനായി സഹായിക്കണമേ. എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവം അനുഗ്രഹിക്കണമേ. അവരുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ. എല്ലാ പ്രിയപ്പെട്ടവർക്കായും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി തീർക്കണമേ. യേശു കർത്താവിൻ്റെ സൗഖ്യവും യേശു കർത്താവ് ഭൂതങ്ങളെ പുറത്താക്കുന്നതൊക്കെ ഞങ്ങൾ പഠിച്ചു. ഞങ്ങളുടെയും ജീവിതത്തിൽ ഇത്തരത്തിലുള്ള പ്രതികൂലങ്ങൾ വരുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബൈ.